ഹായ് ഓൾ, ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഇൻഫോകോമിന്റെയും ബിഗ് ബോയുടെയും ഡയറക്ടർ ആയിട്ടുള്ള അരുൺ സോമൻ സാറാണ്. വെൽക്കം സർ. ബിഗ് ബോയിനെ ഇപ്പം മറ്റുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത കൂന് പോലെ എന്ന് പറയാം, അത്രയും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കോമ്പറ്റീഷൻ ഹൈ ആ. അപ്പോൾ അവിടെ ആൾക്കാർ പോവാതിരിക്കാൻ നമ്മളുടെ ബിഗ് ബോയ്ക്ക് എന്താണ്? അവിടെ ആൾക്കാർ പോവാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ പഠിക്കുന്നതുമില്ല. നോക്കൂ, നമ്മളുടെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഒരു ലെഗസി ഉള്ള ഓർഗനൈസേഷനാണ്. അതിൽ പറയുകയാണെങ്കിൽ ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ട്രെയിനിങ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ഞാൻ വളരെ പ്രൗഡ്ലി പറയും. അതല്ല എന്ന് ആരെങ്കിലും പറയട്ടെ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ലെഗസി തന്നെയാണ് നമ്മുടെ പ്രൈമറി തിങ്. എഗെയിൻ ലെഗസി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആണ് ഏറ്റവും കൂടുതൽ പേരെ ട്രെയിൻ ചെയ്ത ഓർഗനൈസേഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു പക്ഷേ ഏറ്റവും ക്വാളിറ്റിയിൽ ട്രെയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസിൽ ഒന്ന് നമ്മളാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ഫോക്കസ് ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിലാണ്. അത് നമ്മൾ ആ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു വർഷം വരെ ഉള്ള കോഴ്സാണ്. മാത്രമല്ല നോക്കൂ, നമ്മൾക്ക് കറൻ്റ്ലി നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 600 ആൾക്കാരെ ട്രെയിൻ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. 600 സ്റ്റുഡൻസിന് ഒരു വർഷത്തിൽ. അതേസമയം ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രെയിൻ ചെയ്യുന്ന എത്ര പേരെയാണ്? നമ്മുടെ ടാർഗറ്റ് വളരെ ചെറുതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കണം. അതൊരു കമ്മിറ്റ്മെൻറ്റാണ്, അതൊരു പാഷനും കൂടെയാണ്. നമ്മളുടെ ഉദ്ദേശം അങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മളെ യുണീക്ക് ആക്കുന്നത്. ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ല ഇപ്പോഴും ബൈ ചെയ്യുന്നത്, ബെസ്റ്റ് മാർക്കറ്റഡ് പ്രോഡക്റ്റാണ്. നമ്മളൊരു പക്ഷേ ബെസ്റ്റ് അതുപോലെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അവർ തിരിച്ചറിയണം. ഒരുപാട് പേര് പഠിക്കുന്ന കോഴ്സ് പഠിക്കണം, ഒരുപാട് സ്റ്റുഡൻസ് പോയെടുത്ത് പോകണോ, ഫ്രണ്ട്സ് പോയെടുത്ത് പോകണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണം? അത് അവരുടെ ഫെയിം നോക്കിയിട്ടാണോ? ഇപ്പോൾ സെലിബ്രിറ്റിയെ വെച്ച് അഡ്വർടൈസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ വേണോ, ഇല്ലെങ്കിൽ ഏതാണെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അവർ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. നമ്മളുടെ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലായ്പ്പോഴും പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ടാർഗറ്റ് 600 നമ്പേഴ്സ് അച്ചീവ് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ 600-ൽ എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം എന്ന് പറയുന്നത് ആ 600 ആൾക്കാരെയും പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നോക്കുക, എൻ്റെ സ്റ്റുഡൻസിൻ്റെ എല്ലാവർക്കും ഞാൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്യും. അവർക്ക് എന്ത് കാര്യങ്ങളുണ്ട് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം എന്നെ കോൺടാക്ട് ചെയ്യാം. അതാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പ്രോഗ്രാമിലുള്ള. ഓക്കെ, ഇപ്പൊ ഈ സർ പറഞ്ഞതുകൊണ്ട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് പറയുന്നത് കേട്ടിട്ട് കുട്ടികൾ തിരിയുന്നുണ്ട്. ശരിക്കും അത് അവരുടെ ലൈഫിൽ അവരെടുക്കുന്ന നല്ലൊരു തീരുമാനമാണോ? ഇപ്പൊ അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ അത് നോക്കുകയാണെങ്കിൽ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഓർഗനൈസേഷൻസ് സെലിബ്രിറ്റീസിനെ എടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത് കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഓർഗനൈസേഷനായിട്ടത് മാറും. അതാണ് അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. ഈവൻ സ്റ്റുഡൻസ് അത് ചൂസ് ചെയ്യുന്നതിലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് വേണ്ട റൈറ്റ് ഓർഗനൈസേഷനാണോ, റൈറ്റ് കോഴ്സാണോ അവരവിടെ പഠിക്കുന്നത്? പല ഓർഗനൈസേഷൻ നോക്കൂ, അവരുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി പറയും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്, 99% പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി. ഓക്കെ, ആ 99% പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി എന്ന് ആരും പറയാത്തത്? അവർ തൗസൻഡ്സിൻ്റെ നമ്പേഴ്സ് പറയും. അതായത് ഞങ്ങൾ 1000 പേരെ പ്ലേസ് ചെയ്തു. എത്ര പേരെ പ്ലേസ് ചെയ്തില്ലെന്ന് ആരെങ്കിലും പറയും? അത് അവരുടെ എത്ര പെർസെൻറ്റേജ് വരും? അത് ചിലപ്പോൾ 30% ആയിരിക്കാം, 40% ആയിരിക്കാം. അതാരും പറയുന്നില്ല. നമ്മളോട് ആ രീതിയിൽ ആരെങ്കിലും ചലഞ്ച് ചെയ്യട്ടെ. അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് പ്ലേസ്ഡ് ആയ കുട്ടികളുടെ പ്ലേസ്മെന്റ് ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കുറേ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ജെനുവിൻ ആണോ? 100% ജെനുവിൻ ആയിട്ട് പറയാൻ പറ്റുമോ? എല്ലാം പ്ലേസ്മെന്റ് കൊടുത്ത ആൾക്കാരുടെ ഫോട്ടോസും നോട്ടീസും ആണ് കൊടുക്കുക. പ്ലേസ്മെന്റ് കൊടുത്തവരൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടില്ല. ചിലവർക്ക് കിട്ടും, ചിലവരത് നടക്കും, ചിലവർ നടക്കില്ല എന്ന് പറയുന്ന പോലെ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയത് മാത്രമേ അത് ദാറ്റ് ഈസ് എ മാർക്കറ്റിംഗ് ടെക്നിക്ക്. അഗെയിൻ അതിനകത്ത് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ബിസിനസ്സിൻ്റെ സർവൈവലിന് മാർക്കറ്റിംഗ് ആവശ്യമാണ്. അതാണ് ഇപ്പം ഇന്നത്തെ കാലം നോക്കൂ, നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പുള്ള കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരാൻ ഒരുപാട് ലേറ്റായി. അത് നമ്മൾ ചെയ്ത വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പം എന്തെന്ന് വെച്ചാൽ ഇന്നുള്ള സക്സസ്ഫുൾ ട്രെയിനിങ് ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഐ എം സോറി ടു സേ അതൊരു കോവിഡിന് പോസ്റ്റ് കോവിഡ് ഉണ്ടായ എന്താ പറയുക, ഒരു കോവിഡിൻ്റെ സന്തതി എന്ന് വേണമെങ്കിലും പറയാം. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. പക്ഷേ അങ്ങനെയാണ്. ആ ഒരു പീരീഡിൽ ബൂം ചെയ്ത് കുറച്ച് ഓർഗനൈസേഷൻ അവർ സോഷ്യൽ മീഡിയയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായേക്കുന്ന ഓർഗനൈസേഷൻസാണ്. അതിനകത്തൊന്നും ഞാൻ തെറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നും അല്ല പറയുന്നത്.
ഇപ്പോൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അതാണ് അവരുടെയൊക്കെ ആ ഒരു പീരീഡ് 6 years ആ ഒരു ലൈനിൽ വരുന്ന ഓർഗനൈസേഷൻസാണ്. പിന്നെ ഒത്തിരി സ്റ്റുഡൻസിന് ഈ ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ പാരന്റ്സ് റിജക്ട് ചെയ്യും. ആ ഒരു സ്റ്റിഗ്മ ഉണ്ട്. യെസ്, അത് ശരിയാണ്. അതിന് നമ്മൾ അവയർനെസ് ആണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഗെയിം ഡെവലപ്മെൻറ്റ് ഗെയിമിംഗ് അല്ല എന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്നതല്ല. ഗെയിം കളിക്കുന്നതും ഒരു കരിയറാണ്. അത് 99% ആൾക്കാർക്കും അത് ഫെയിലാവും, അതിൽ നടക്കില്ല, അതിൽ അവർക്കത് കരിയറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വേറാസ് ഗെയിം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 90% ആൾക്കാർക്കും കരിയറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കരുതെന്ന് പറയുന്നത് വളരെ ഒരു സാധാരണ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഇപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യണം. അതിന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, +2 എന്താ ചെയ്യേണ്ടത്, ഡിഗ്രി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അതിനെന്താ സാർക്ക് പറയാനുള്ളത്? ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ അവർ ഇതിലോട്ട് എൻ്റർ ആവും? ഗെയിം ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത് +2 പാസ്സായിരിക്കണം. അത് ലെറ്റ് ഇറ്റ് ബി ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് ഓർ വാട്ട് എവർ ദ ടോപ്പ് സബ്ജക്റ്റ് ഈസ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, പാഷൻ മാത്രം പോരാ, ലോജിക്കൽ സ്കിൽ ഉണ്ടാവണം. പ്രൈമറിലി ലോജിക്കൽ സ്കിൽ ഉണ്ടാവണം. ഞാൻ അത് വളരെയധികം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലോജിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. ലോജിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു ഡെവലപ്പർ ആവാൻ പറ്റില്ല, ഗെയിം ഡെവലപ്പർ ആവാൻ പറ്റില്ല. ഗെയിം ഡിസൈനർ ആവാൻ പറ്റിയേക്കാം, ഗെയിം ആർട്ടിസ്റ്റ് ആവാൻ പറ്റിയേക്കാം, പക്ഷേ ഒരു ഗെയിം ഡെവലപ്പർ ആവാൻ പറ്റില്ല. ഗെയിം ഡെവലപ്പർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അവർ അവരുടെ പാഷൻ കൊണ്ട് മാത്രം അതിലേക്ക് പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഫോറിൻ കമ്പനീസിലോട്ടൊക്കെ ഓപ്പർച്യൂണിറ്റി പോകുന്നുണ്ടോ നമ്മളുടെ സ്റ്റുഡൻസിന്? അതെൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ്. അപ്പോൾ അത് നമുക്ക് പബ്ലിക്കലി പറയാൻ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് ആൾക്കാരെ പ്ലേസ് ചെയ്യിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഹോംവർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും LPA ഒക്കെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ സാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേവറേറ്റ് സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സക്സസ് സ്റ്റോറി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വല്ല സ്റ്റുഡൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ സ്റ്റുഡൻസിൻ്റെ സക്സസ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഇവിടുത്തെ കൊച്ചിയിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 CEOs, കമ്പനിയുടെ CEOs എൻ്റെ സ്റ്റുഡൻസ് ആണ്. സിമ്പിൾ. ഇതിനേക്കാൾ കൂടുതൽ സക്സസ് സ്റ്റോറി ഞാൻ പറയണോ? അറ്റ്ലീസ്റ്റ് 3 കമ്പനിയുടെ CEOs. ഇനി മാത്രമല്ല ഇവിടെയുള്ള ഏതൊക്കെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗെയിം ഡെവലപ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം ബേസ് ഞാനാണെന്ന് കാണിച്ചു തരാൻ പറ്റും എനിക്ക്. പോരെ? നമ്മളാണ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ കാര്യം തന്നെ. നിങ്ങളിവിടെയുള്ള കൊച്ചിയിലുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തോളൂ, അതിലെല്ലാം എൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അത് നമ്മളിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മളുടെ വലിയ അച്ചീവ്മെൻ്റ് അല്ല, പക്ഷെ നമുക്ക് വ്യക്തിപരമായി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പുറത്തുനിന്ന് ഇപ്പോൾ കൊച്ചി എന്ന് പറയുന്ന ഒരു സിറ്റിയിലോട്ട് കുറേ പേർക്ക് ഇങ്ങനെ വരാൻ തോന്നും, സ്റ്റുഡൻസിനൊക്കെ വരാൻ തോന്നും. ഇപ്പോൾ മലപ്പുറം, പാലക്കാട് അങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് വരാൻ തോന്നുന്നുണ്ട്. അധികം കുട്ടികൾ ഈ 6 മാസത്തെ കോഴ്സ് എടുത്തിട്ടാണ് വരുന്നത്. ഞാനതൊരു ലൂപ്പാണ്, 6 മാസം കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയാസിലും ഇപ്പോൾ കാണാറുണ്ട്. ശരിക്കും 6 മാസം കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരു കോഴ്സ്? 6 മാസം എന്ന് പറയുന്നത് അത് എന്താ പറയുക, റിസോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടിരിക്കും. അപ്പം നമുക്ക് 6 മാസം എന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 months to 1 year എന്നുള്ള രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. 6 മാസം ഫുൾ ടൈം ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് അടുത്ത 6 മാസം എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ ട്രെയിനിങ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു +2 ക്വാളിഫിക്കേഷനുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ കുറച്ച് ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അവർക്ക് നല്ല ഒരു റിഗറസ് ട്രെയിനിങ് കിട്ടിയെങ്കിലേ അവർക്ക് വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആവുള്ളൂ. അങ്ങനെയുള്ള സിനാരിയോയിൽ അവർക്കൊരു ഏകദേശം 1 year വരെ പോകും. 6 months എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു കോഴ്സ് കൊടുത്ത് ഫീസ് വാങ്ങുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലും മാത്രം നോക്കുകയാണെങ്കിൽ ഈ 6 months എന്നുള്ളത് വർക്കൗട്ട് ആവുള്ളൂ. കാരണം 100% സ്റ്റുഡൻസിനും ഈ 6 months കൊണ്ട് ഒരു കരിയറിലേക്ക് പോകാവുന്ന രീതിയിൽ കേപ്പബിൾ ആവാൻ പറ്റില്ല. പക്ഷേ മെജോറിറ്റി ഓർഗനൈസേഷനും മാക്സിമം 6 months കോഴ്സ് കൊടുക്കുള്ളൂ. കാരണം ഓർഗനൈസേഷൻ അതാണ് ലാഭം. കാരണം 6 മാസത്തിൽ ഒരു ബാച്ചിനെ ട്രെയിൻ ചെയ്യുന്നത് 1 year ആകുമ്പോൾ 2 ബാച്ചിന് ചെയ്യാൻ പറ്റും. വേറാസ് അത് 1 year ആകുമ്പോഴത്തേക്ക് ഒരു ബാച്ചിനെ 1 year കൊണ്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഗ്യാപ്പ് അവിടെ വരും ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അതിൻ്റെ കാര്യം. 6 months എന്ന് പറയുന്നത് മിനിമം അത്രയും വേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻറ്റ് കപ്പാസിറ്റി.
യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ ബിഗ് ബോയിൽ എന്തായാലും നമ്മൾ 6 to 1 year കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 6 മാസത്തെ കോഴ്സ് അവർ കൊടുക്കുന്നത് ഒരു ബിസിനസ്സിന് എയിം ചെയ്തിട്ടാണോ അതോ സ്റ്റുഡൻസിന് എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു BTech ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് അവൻ ഓൾറെഡി പ്രോഗ്രാമിംഗ് ഒക്കെ കുറേ പഠിച്ചിട്ടുണ്ടാവും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെയാണ്. ഇത് ഞാൻ പറയുന്നത് നമുക്ക് വരുന്ന റിസോഴ്സ് ഏത് ലെവലിലുള്ള ആളാണെങ്കിലും എന്നുള്ളത് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് പറ്റിക്കൂടാ എന്നില്ല. കാരണം +2 ക്വാളിഫിക്കേഷനുള്ള ആൾക്കും ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾക്കും 6 months കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. 6 months കഴിഞ്ഞിട്ടുള്ള അസസ്മെൻറ്റിൽ പുള്ളി കേപ്പബിൾ ആയില്ല എങ്കിൽ പുള്ളി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈവ് പ്രോജക്റ്റ് കൂടെ കൊടുത്തിട്ട് അടുത്തൊരു 6 മാസം കൂടെ മെൻറ്റർ ചെയ്യും. അപ്പോഴത്തേക്ക് ആൾ കേപ്പബിൾ ആവും. 1 year ആവും എന്നുള്ളത് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഈ 6 മാസം കോഴ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെല്ലാവരും ചോദിക്കും എക്സാംസ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് അനക്ക് എത്ര പ്ലസ് കിട്ടിയിട്ടുണ്ട്, അനക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ 6 മാസത്തെ കോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ എക്സാം, അസൈൻമെന്റ്, പ്രൊജക്റ്റ് അതിലെന്താണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. നോക്കൂ, മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ there might not be no exam. There might not be any exam. ഓക്കെ. മാത്രമല്ല പിന്നെ 6 മാസം കഴിഞ്ഞാൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. നമ്മൾ അവിടെയാണ് ഡിഫറെൻ്റ് ആവുന്നത്. നമുക്ക് അങ്ങനെയല്ല. എല്ലാ മാസവും എക്സാം ഉണ്ട്. എല്ലാ മാസവും എക്സാം കംപ്ലീറ്റ് ചെയ്താൽ നെക്സ്റ്റ് മന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ കാൻഡിഡേറ്റിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അയാൾക്ക് ഓപ്റ്റ് ചെയ്യാണ് വേണ്ട, എനിക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഹിസ് ചോയ്സ്. അതല്ലെങ്കിൽ നമ്മളുടെ രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു സിസ്റ്റം ഉണ്ട്. അതനുസരിച്ച് ഓരോ മാസവും ഓരോ പഠിക്കുന്ന ടോപ്പിക്സുകൾ ക്ലിയർ ചെയ്ത് പോകണം. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാമിൻ്റെ സ്കോർ അനുസരിച്ച് അടുത്ത ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഇയാൾ കോഴ്സ് പാസ്സായതായിട്ട് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ പാസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു ജോബ് കിട്ടാൻ കേപ്പബിൾ ആയി എന്നർത്ഥം. നമ്മളതിനൊരു ഒരു എന്താ പറയുക സെറ്റ് ഓഫ് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഞ്ച് മാർക്കിൽ ആൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കോഴ്സ് പാസ്സായി എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കും. മാത്രമല്ല നമ്മളപ്പോൾ മുതൽ അവർക്കുള്ള പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇവർക്ക് പ്രൊജക്റ്റ് ആയിരിക്കില്ല. ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇവർക്ക് എക്സാം നടത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചത് ഒന്നും കൂടി അവർക്ക് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല. അടുത്ത ദിവസം ഒരു പ്രോജക്റ്റിൽ പോയി വർക്ക് ചെയ്യണമെങ്കിൽ, അടുത്ത ഓർഗനൈസേഷൻ ജോബ് കിട്ടാൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സാം എന്ന് പറഞ്ഞ ഒരു റിട്ടേൺ എക്സാം എന്നുള്ള രീതിയിലല്ല. റിട്ടേൺ എക്സാം ഉണ്ടാവും അതിനകത്ത്. അവരുടെ ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. കാരണം ഒരു കമ്പനി പോകുമ്പോൾ അയാൾക്ക് ലാംഗ്വേജ് സ്കില്ലില്ല എങ്കിൽ, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതും അതിൻ്റെ അകത്തൊരു പാർട്ടാണ്. അത് അവരുടെ സ്കോറിൻ്റെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അതിനുശേഷം നമ്മൾ അവരെ കൊണ്ട് ഒരു റിയൽ പ്രോജക്റ്റിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു മോഡ്യൂളിൻ്റെ ടെസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അത് അയാൾ എത്ര പെർഫെക്ഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുക. പ്രൊജക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറയണം, ഇപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ചെറുമാർ അസൈൻമെന്റ് പ്രൊജക്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് രാവിലെ പോയിട്ട് വേറൊരുത്തന്റെ കോപ്പി അടിച്ചിരുന്ന് എഴുതും. അതുപോലൊരു സംഭവം അല്ല. ഇതെല്ലാം ഇൻഡിവിജ്വൽ ആയിരിക്കും. അയാൾക്ക് അടുത്ത ആളിനെ നോക്കി ചെയ്യാൻ പറ്റില്ല. ഓരോ ആളിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആയിരിക്കും. ഒരാളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലാതെ അയാളുടെ നേരെ കോപ്പി അടിച്ചു വെക്കുക എന്ന് പറയുന്നത് അത് നടക്കില്ല. ഇനി ഗെയിം ഡെവലപ്മെന്റ് ഫീൽഡിലോട്ട് പുതുതായിട്ട് വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ശരിക്കും ഒരു അഡ്വൈസ് എന്താ കൊടുക്കാനുള്ളത്? അങ്ങനെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രോഗ്രാമർ ആവാണെന്ന് തീരുമാനിക്കുന്ന ഒരാളോടാണ് എനിക്കതിനെപ്പറ്റി പറയാം. ഇഫ് യു ആർ തിങ്കിങ് ഓഫ് ബീയിങ് എ പ്രോഗ്രാമർ, ബി എ ഗെയിം പ്രോഗ്രാമർ. Because that can offer you a better salary and a better status. നോക്കൂ, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റിഗ്മ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഞാനൊരു ഡെവലപ്പറാണ് എന്ന് പറയുന്നതും ഞാനൊരു ഗെയിം ഡെവലപ്പറാണെന്ന് പറയുമ്പോഴും ഉള്ള ഒരു ആൾക്കാരുടെ ആ ഒരു അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഗെയിം ഡെവലപ്പറാണെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒരു കുറച്ച് ആൾക്കാർ അതിനെ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ആയിരിക്കും കാണുന്നത്. ഇതിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം അവനൊരു കരിയർ സെറ്റ് ആവില്ല, ഇവൻ ഗെയിമിൻ്റെ പുറകെ പോയെന്നൊക്കെയായിരിക്കും. പക്ഷേ നേരെ മറിച്ച് അതൊരു കരിയർ ആണെന്ന് പറഞ്ഞ ആൾക്കാർ പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ 10 പ്രോഗ്രാമേഴ്സ് ഉണ്ട്, അല്ല ഒരാൾ ഗെയിം ഡെവലപ്പറാണെന്ന് പറഞ്ഞാൽ അവനാണ് ഹീറോ. അതിൽ സംശയമില്ല. ഓക്കെ, ദാറ്റ്സ് വാട്ട് മൈ എക്സ്പീരിയൻസ് ഈസ്. Okay sir, thank you sir, thank you for this. All right, thank you very much.